എല്ലാവർക്കും MICയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വന്തം നിതിനാണ്. മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ മൂവിയായ ടർബോയുടെ ട്രീസർ റിയാക്ഷനായിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് നേരെ എന്ന വീഡിയോയിലോട്ട് പോകാം. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. നേരെ എന്ന വീഡിയോ കാണാം. പിന്നെ നാട്ടുകാർ എന്നതാ വിളിക്കുന്നത്? എന്നാ ജോസാടാ? ടർബോ ജോസ്. ഇന്ദു ഇൻസ്റ്റ, ഇന്ദു ഡംബിൾ, ഇന്ദു +2, ഇന്ദു ടിൻഡർ, ഇന്ദുസ്. ഇതിലേതാ ഇപ്പൊ നിനക്കറിയില്ല? ഇപ്പൊ കളിച്ച് പെൺകുട്ടികളുടെ ജീവിതം വെച്ച് കളിക്കാൻ തുടങ്ങിയോടാ അറിയുന്നു. അവൻ അവங்களுக்கு தெரியுமா? ഈ നഗരത്തിൽ നടക്കുന്ന പല വൺ ഡീലുകൾക്ക് പിന്നിലും ഇന്ന് ഈ പേര് കേൾക്കുന്നുണ്ട്. 8 പേരാണ് ഇതിലെ പിന്നിലെങ്കിൽ ഒരൊറ്റയാളും ജീവനോടെ ബാക്കി കാണില്ല. എനിക്കൊന്നും തലയിലോട്ട് കയറാത്തോണ്ട് ചോദിക്കുക, നിങ്ങൾ എല്ലാവരും കൂടെ എന്നാ കൊല്ലാപ്പം ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? See you soon എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇനി നമ്മൾ തമ്മിൽ കാണില്ല. I just love this part. ഞാനിവിടെ വീഴുവാണ്, എൻ്റെ കൂടെ ഒരു 10-15 പേരെ നിൽക്കാം. ഇങ്ങനെ ട്രെയിലറും കാര്യങ്ങളൊക്കെ കണ്ടല്ലേ? അതിഗംഭീരമായിട്ടുള്ള ഒരു ട്രെയിലർ തന്നെയാണ് നമുക്ക് ഇറക്കിയിട്ടുള്ളത് ടർബോയുടെ. ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല, മമ്മൂട്ടിയുടെ ഈ വയസ്സിലെയും അഭിനയവും സ്റ്റണ്ടും കാര്യങ്ങളും പറയാതിരിക്കാൻ പറ്റത്തില്ല. സമ്മതിച്ച് തരണം മമ്മൂട്ടിയെ. എനിക്ക് തോന്നുന്നു ഇത്രയും പ്രായത്തിലുള്ള വേറെ ഒരു നടനും ഇങ്ങനെയുള്ള രീതിയിലുള്ള സ്റ്റണ്ടുകളോ കാര്യങ്ങളോ ആക്ഷൻ ത്രില്ലറോ ഒന്നും എടുക്കാൻ പോകാറില്ല. കാര്യം അത് ഒരുപാട് ഡേഞ്ചറാണ്. പക്ഷെ മമ്മൂട്ടി അത് ചെയ്യുന്നു. അതിനോടുള്ള ഒരു ആത്മാർത്ഥത വളരെ നല്ല ഒരു ഇത് തന്നെയാണ്. നമുക്ക് ട്രെയിലറിലോട്ട് വരികയാണെങ്കിൽ വില്ലനും നായകനൊപ്പം നിൽക്കുന്ന ഒരു വില്ലനെ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വില്ലൻ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിൽ പറയുകയാണെങ്കിൽ മൊത്തം ഒരു ആക്ഷൻ ആയിരിക്കും ഈ മൂവി. എനിക്കൊന്ന് മലയാളത്തിൽ ഇപ്പോൾ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഒരു ആക്ഷൻ ത്രില്ലർ മൂവി വരാൻ പോകുന്നതെന്ന് തോന്നുന്നു. കോമഡികളും അതുപോലെ തന്നെ ജീവിത ചരിത്രവും ആസ്പദമാക്കിയിട്ടാണ് മലയാളത്തിൽ ഇപ്പോൾ കുറേ പടം ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് കോമഡി പടങ്ങളും പിന്നെ നോർമലി ഫാമിലി പടവും കാര്യങ്ങളെല്ലാം ആയിരുന്നു. ഒരു ആക്ഷൻ പടം വരുന്നത് വീണ്ടും മമ്മൂട്ടി വന്നുകൊണ്ടാണ്. ഇപ്പോൾ ഒരു ആക്ഷൻ മിക്കവാറും അത് ഹിറ്റ് ആവുകയാണെങ്കിൽ വീണ്ടും കുറേ ആക്ഷനും കാര്യങ്ങളൊക്കെ വരും. പിന്നെ പൃഥ്വിരാജിൻ്റെ ഒരെണ്ണം ഇറങ്ങിയായിരുന്നു, കടുവയെന്ന് പറയുന്നത്. അതാണ് ലാസ്റ്റ് മലയാളത്തിലെ ആക്ഷൻ ഇറങ്ങിയെന്ന് തോന്നുന്നു. അതിനുശേഷം ആക്ഷനൊന്നും ഇറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. പിന്നെ വീണ്ടും മമ്മൂട്ടിയാണ് വരുന്നത്. എന്തായാലും നല്ല ഒരു സ്റ്റണ്ട് രീതി തന്നെയാണ്. കാർ റേസിങ് മമ്മൂട്ടി നല്ല രീതിയിൽ എക്സ്പെർട്ടാണ് കാറിൻ്റെ കാര്യത്തിൽ. അപ്പം കാർ കൊണ്ടുള്ള കുറേ സ്റ്റണ്ടും കാര്യങ്ങളും എല്ലാം തന്നെ ഈ മൂവിക്കകത്ത് വരും. അത് 100% പ്രയോജനപ്പെടുത്തും എന്തായാലും. അങ്ങനെ വരുന്ന സീക്വൻസും കാര്യങ്ങളും ഇതിനകത്തുണ്ട്. പിന്നീട് നമുക്ക് എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രശ്നത്തിനകത്തും ചെന്ന് ചാടി അതിൽ നിന്ന് വീണ്ടും അത് വലുതാവുകയാണ് ഏറ്റവും ലാസ്റ്റ്. അതാണ് ആ വില്ലൻ്റെ എൻട്രിയും കാര്യങ്ങളും അപാരം തന്നെയാണ്. എടുത്തു പറയണം, മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ച് നിൽക്കാനും പറ്റിയൊരു വില്ലനെ തന്നെയാണ് നമ്മുടെ വിശാഖ് ഇറക്കിയിരിക്കുന്നത്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്തായാലും നല്ലൊരു ആക്ഷൻ ത്രില്ലർ തിയേറ്ററുകൾ ഇറക്കി മറിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിയേറ്ററിൽ ഇറക്കി മറിക്കുന്ന രീതിയിലുള്ള ഒരു ട്രെയിലറും കാര്യങ്ങളാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നല്ല അതിവിശാലമായിരിക്കും. കാരണം വലിയൊരു ബിഗ് സ്ക്രീനകത്ത് നല്ല ക്രൗഡോട് ഈ പടം കാണുകയാണെങ്കിൽ വേറൊരു ത്രില്ലോട്ടായിരിക്കും പോകുന്നത്. അതിപ്പോഴേ വേണമെങ്കിൽ പറയാം.
പിന്നീട് നമ്മുടെ തിയേറ്ററും കാര്യങ്ങളും സജഷൻ ചെയ്യുകയാണെങ്കിൽ ഡോൾബി അറ്റ്മോസ് ആണ് മിക്സും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഡോൾബി അറ്റ്മോസ് തിയേറ്ററിൽ ഓരോ 3Dയോ അല്ലെങ്കിൽ DTS X തിയേറ്റർ, നമ്മുടെ DTS X ഇപ്പോൾ 3 അങ്ങോട്ടേ വന്നിട്ടുള്ളൂ. അപ്പോൾ ആ തിയേറ്ററൊക്കെ അടുത്തൊക്കെ ഉള്ളവരാണ് ഈ വയനാട്, കോഴിക്കോട്, കൊല്ലത്ത്, പത്തനാപുരം, അങ്ങനെയാണ് DTS X വരുന്നത്. ഈ തിയേറ്ററിലൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും ഡോൾബി അറ്റ്മോസ്. പിന്നെ 7.1 പരിഗണിക്കാം എന്ന് പറഞ്ഞാൽ പരിഗണിക്കാം, ആ രീതിയിൽ തന്നെ കുഴപ്പമില്ല. പക്ഷേ ഡോൾബി അറ്റ്മോസ് തിയേറ്ററാണ് ഇച്ചിരി ബെറ്റർ. മറ്റേതെല്ലാം കൂടെ നമ്മുടെ സബും കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള ഒരു തിയേറ്ററും കൂടെ പോയി കാണുകയാണെങ്കിൽ, നല്ല ക്രൗഡോടൊക്കെ ഒരു പടം കാണുകയാണെങ്കിൽ ഒരു രക്ഷയും വേണ്ട, അടിപൊളി ഫീലായിരിക്കും. പിന്നെ എന്തായാലും നല്ലൊരു അഭിനയം തന്നെയാണ് നമ്മുടെ മമ്മൂട്ടി കാഴ്ചവെച്ചിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഉള്ള വില്ലനും എല്ലാം കൊണ്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല. മലയാളം പടം ഇപ്പം വേറൊരു ലെവലിലോട്ടാണ് പോകുന്നത്. ഇതും കൂടെ ജയിക്കുമെന്ന് എനിക്ക് തോന്നി. മലയാളത്തിൽ കുറേ നാളത്തേക്ക് മിക്കവാറും ആക്ഷൻ ത്രില്ലറും കാര്യങ്ങളും ഇറങ്ങും, കോമഡിയൊക്കെ ഒന്ന് മാറ്റി വെക്കും, ജീവചരിത്രവും മാറ്റി വെക്കും. പിന്നീട് വീണ്ടും പണ്ട് മലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമഡി ഇല്ലായിരുന്നു, കോമഡി ഇല്ലാത്ത കാലം മൊത്തം ആക്ഷനായിരുന്നു. പിന്നെ കോമഡി ഇറച്ചി വന്നപ്പോഴത്തേക്ക് കോമഡിയിലോട്ട് പോയി, ആക്ഷൻ കുറഞ്ഞു. ഇപ്പോൾ വീണ്ടും ഇറക്കുകയാണെങ്കിൽ നമുക്ക് ആക്ഷനിലോട്ട് വരും, കോമഡി കുറയും. ആ രീതിയിലായിരിക്കും മിക്കവാറും, എനിക്ക് തോന്നുന്നത് മിക്കവാറും ട്രെൻഡ് ആവും. ഇത് ജയിച്ച് കഴിഞ്ഞാൽ വേറൊരു ഫീൽഡിലോട്ടായിരിക്കും, വേറൊരു ലെവലിലോട്ടായിരിക്കും പടവും കാര്യങ്ങളും പോകുന്നത്. അത് 100% ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ആകുകയാണ്. ഇതിൻ്റെ റിവ്യൂയും കാര്യങ്ങളും നമുക്ക് 23-ാം തീയതി നമുക്ക് രാവിലെ ചെയ്തിടാം. പ്രേക്ഷകരുടെ റിവ്യൂയും എൻ്റെ റിവ്യൂ എല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് ചേർത്തിടാം. എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമേ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അടിക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോ വരുന്നതിന് വരെ നിങ്ങളുടെ സ്വന്തം ബൈ.